ഹായ് ഓൾ അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്നത്തെ റെസിപ്പി നോമ്പ് തുറക്കായി നമുക്ക് വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ എന്നാൽ നല്ല ടേസ്റ്റായിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റിയ ഒരു സ്നാക്സാണ്. മുട്ടയും അതുപോലെ തന്നെ കുറച്ച് ചിക്കനും ഉണ്ടെങ്കിൽ കാണാനും നല്ല ഭംഗിയുള്ള അതുപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പലഹാരം ഇതുപോലെ റെഡിയാക്കി എടുക്കാൻ പറ്റും. കാണാൻ നല്ല വെറൈറ്റി ആയിട്ടുള്ള ഈ ഒരു സ്നാക്സ് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കിയാലോ. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതിനു വേണ്ടി ഞാനിവിടെ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഓയിൽ നല്ല ചൂടായതിന് ശേഷം ഇതിലേക്ക് 1/2 ടീസ്പൂൺ വീതം ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ പച്ചമുളക് ചതച്ചതും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി വഴറ്റി കൊടുക്കാം. ആവശ്യത്തിന് കറിവേപ്പിലയും കൂടി ചേർത്ത് നന്നായി വഴറ്റി കൊടുക്കാം. ഇതെല്ലാം വഴന്ന് വന്നതിന് ശേഷം 1/2 കപ്പ് ക്യാരറ്റ് ചെറുതായി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. 1 കപ്പ് ക്യാപ്സിക്കം കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ അടുത്തതായി ഇതിലേക്ക് 2 സവാള ചെറുതായി കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി വഴറ്റി കൊടുക്കാം. സവാളയെല്ലാം ഒന്ന് വാടി വരുന്നത് വരെ വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്ത് നന്നായി വഴറ്റിയെടുക്കാം. അപ്പോഴേക്കും ഇവിടെ സവാള ഒന്ന് നല്ലപോലെ വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 3/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 3/4 ടീസ്പൂൺ പെരിഞ്ജീരകപ്പൊടി, 1 ടീസ്പൂൺ ചിക്കൻ മസാല, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് ഇതെല്ലാം ചേർത്ത് നല്ലതുപോലെ വഴറ്റി കൊടുക്കാം. പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വരെ ലെമൺ ജ്യൂസ് ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം 1 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ഫില്ലിങ് ഇവിടെ ഓവർ ഡ്രൈ ആവാൻ പാടില്ല, അതുകൊണ്ടാണ് വെള്ളം ചേർത്ത് കൊടുക്കുന്നത്. ഇനി അടുത്തതായി ഇതിലേക്ക് വേണ്ടത് ചിക്കനാണ്. ഞാനിവിടെ ചിക്കൻ ഫ്രൈ ചെയ്തെടുത്ത് ഒന്ന് കൈകൊണ്ട് തന്നെ പൊടിച്ചെടുത്തതാണ്. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പും ചേർത്ത് മാത്രം ഫ്രൈ ചെയ്തെടുത്തതാണ് കേട്ടോ. ഇനി ഇതെല്ലാം ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. ഈ സമയത്തൊക്കെ ഫ്ലെയിം കുറച്ച് വെച്ച് മാത്രം ചെയ്യുക, അല്ലെങ്കിൽ കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. ഇനി അടുത്തതായി ഇതിലേക്ക് ആവശ്യം 2 ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയതാണ്. 2 മീഡിയം സൈസ് ഉരുളക്കിഴങ്ങ് വേവിച്ചുടച്ച് ഇത് ചേർത്ത് കൊടുക്കാം. ഉരുളക്കിഴങ്ങ് ചേർത്തതിന് ശേഷം നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. ഉരുളക്കിഴങ്ങ് മസാലയുടെ എല്ലാ ഭാഗത്തെത്തുന്നത് വരെ നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇതുപോലെ നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇവിടെ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതവിടെ മാറ്റി വെക്കാം. അടുത്തതായി ഒരു പാത്രത്തിലേക്ക് 1/2 കപ്പ് മൈദ, 3/4 കപ്പ് വാട്ടർ, 1/4 ടീസ്പൂൺ കുരുമുളക് ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് മാറ്റി വെക്കാം. ആവശ്യം ബ്രെഡ് ക്രംസ് ആണ്. പിന്നീട് 2 മുട്ട പുഴുങ്ങി ഇതുപോലെ നേരിയതുപോലെ കട്ട് ചെയ്തെടുക്കാം. ഇനി അടുത്തതായി ഇതിലേക്ക് ആവശ്യം ഇതുപോലത്തെ സമൂസ ഷീറ്റാണ്. ഇത് ഞാൻ ഹോം മെയ്ഡായിട്ട് ഉണ്ടാക്കിയ സമൂസ ഷീറ്റാണ്. ഷീറ്റിൻ്റെ ഒരറ്റത്തായി ഇതുപോലെ മസാല ബോൾസാക്കി എടുത്ത് വെച്ച് കൊടുക്കാം. മസാല നല്ലതുപോലെ പ്രസ് ചെയ്ത് വെച്ച് കൊടുക്കാം. അതിന് മുകളിലേക്ക് 1 പീസ് മുട്ട വെച്ച് കൊടുക്കാം. ഇതിൻ്റെ മറ്റേ അറ്റത്തായി നേരത്തെ ആക്കി വെച്ച മൈദ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതിൽ കാണുന്നത് പോലെ റോൾ ചെയ്തെടുക്കാം. റോൾ ചെയ്തതിന് ശേഷം 2 സൈഡിലായിട്ട് നല്ലതുപോലെ മസാല ഫില്ല് ചെയ്ത് കൊടുക്കാം. നല്ല ടൈറ്റ് ആവുന്നത് വരെ തന്നെ ഫില്ല് ചെയ്ത് കൊടുക്കാം. മസാല 2 സൈഡിൽ നിന്ന് ഇളകി വീഴാത്തതുപോലെ നല്ലതുപോലെ പ്രസ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നമുക്ക് നേരത്തെ ആക്കി വെച്ച മൈദയിലേക്ക് 2 സൈഡ് മാത്രം ഒന്ന് മുക്കിയെടുക്കാം. ഇതുപോലെ 2 സൈഡ് മാത്രം ഒന്ന് മുക്കിയെടുക്കാം. അതിനുശേഷം ബ്രെഡ് ക്രംസിൽ ആ 2 സൈഡും ഒന്ന് മുക്കിയെടുക്കാം. ഇനി ഇതുപോലെ തന്നെ ബാക്കിയുള്ളതെല്ലാം ചെയ്തെടുക്കാം.
അങ്ങനെ ഞാനിവിടെ ബാക്കിയുള്ളതെല്ലാം ചെയ്തെടുത്തിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ പല ഷേപ്പിലും കാണുന്നത്, വലുതും ചെറുതായിട്ടൊക്കെ കാണുന്നത് എൻ്റെ സമൂസ ഷീറ്റ് ഷേപ്പ് വ്യത്യാസം ഉണ്ടായത് കൊണ്ടാണ്. വാങ്ങുന്ന സമൂസ ഷീറ്റാണെങ്കിൽ എല്ലാം ഒരേ സൈസിൽ തന്നെ ഉണ്ടാവും കേട്ടോ. ഇനി ഇത് നല്ലതുപോലെ ചൂടായ എണ്ണയിലേക്കിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു സൈഡ് ഒന്ന് ബ്രൗൺ നിറമായതിനു ശേഷം തിരിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ രണ്ട് സൈഡും ഫ്രൈ ആയതിനു ശേഷം നമുക്കിത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഭയങ്കര ഈസിയാണ്, അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ്. വൈകുന്നേരം ചായക്കൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ അടിപൊളി സ്നാക്കാണ്. നോമ്പ് മുറിക്കുന്ന സമയത്തൊക്കെ ഉണ്ടാക്കാൻ പറ്റിയൊരു അടിപൊളി സ്നാക്കാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇഷ്ടപ്പെട്ടാൽ എപ്പോഴും പറയുന്നത് പോലെ ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ, കമൻറ്റ് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അടുത്തൊരു പുതിയൊരു റെസിപ്പിയായിട്ട് വീണ്ടും വരുന്നതായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.